നമ്മൾ പേരിന് ക്രിസ്ത്യാനികളാണ്, നമ്മുടെ വീട്ടിൽ 3, 4, 5 ബൈബിളുണ്ട്. പക്ഷെ നമുക്ക് വചനങ്ങളൊന്നും അറിയത്തില്ല. നമുക്കൊരു ധൂർത്തപുത്രൻ്റെ ഉപമ അറിയാം, ഒരു സക്കേവൂസിൻ്റെ കാര്യം അറിയാം. അതൊക്കെ നമുക്ക് പറയുമ്പോൾ ഒരു കഥ പോലെ നമ്മുടെ ഉള്ളിലുള്ളൂ. ആ വചനങ്ങൾ വിശ്വസിച്ച് നമ്മളിൽ ഏറ്റെടുക്കുമ്പോഴാണ്, അത് നമ്മളിൽ ഇരിക്കുമ്പോഴാണ് ആ വചനത്തിൽ ദൈവം വസിക്കുന്നത്. ഇത് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ആർക്കാണെന്നറിയാമോ? മന്ത്രവാദിക്കാണ്, കൂടോത്രക്കാരനാണ്. നമ്മളെക്കാൾ കൂടുതൽ അറിയാം. അതിനൊരു ഉദാഹരണം വെറുതെ പറയാം. ഈ പ്രദേശമൊന്നുമല്ല ഞാൻ പ്രസംഗിക്കുന്ന, അങ്ങ് എൻ്റെ ഞാൻ താമസിക്കുന്ന നാടുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഒരു മന്ത്രവാദിയായ ഒരു മനുഷ്യൻ, അയാളുടെ അടുത്ത് ഒരാൾ ചെന്ന് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, എനിക്കിതേപോലെ ഒരു കാര്യം ചെയ്യണം, ഒരു മന്ത്രവാദം ചെയ്യണം. അയാൾ അതിനാവശ്യപ്പെട്ട തുക 10,000 രൂപയാണ്. 1, 2 രൂപയല്ല, 10,000 രൂപ. 10,000 രൂപ കൊടുത്തപ്പോൾ ആ മന്ത്രവാദി അയാളോട് പറഞ്ഞു, ഇത് ഇത്രയും നീളമുള്ള ഒരു തകിടാണ്, അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതി വച്ചിട്ടുണ്ട്, നിങ്ങളത് തുറന്നു നോക്കണ്ട, അത് കൊണ്ടുപോയി അവൻ്റെ വീടിനകത്ത് എവിടെയെങ്കിലും സൗകര്യം പോലെ വച്ചേക്കുക. 10,000 രൂപയ്ക്ക് മന്ത്രവാദി കൊടുത്തു വിട്ടത് എന്നതാ ഇത്രയും നീളമുള്ള തകിട്, പിന്നെ ഏതാണ്ടൊക്കെയോ കുറച്ച് എഴുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ. അത് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, വേറെ ഏതോ ഭാഷയിലാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, മന്ത്രവാദം ചെയ്ത വ്യക്തി എന്തിനാണ് ആ വ്യക്തി, ആ കുടുംബത്തിന് ദോഷം വരാൻ വേണ്ടി ഒരു തകിട് കൊണ്ടുപോയി അവിടെ വയ്ക്കണമെന്ന് പറഞ്ഞത്? എന്തായിരിക്കും കാരണം? മന്ത്രവാദിക്കറിയാം, അയാൾ ആവാഹിച്ചു വിടുന്ന തിന്മയുടെ ശക്തിയെ ഈ തകിടയിൽ അയാൾ ഇരുത്തിയിട്ടുണ്ട്. അത് ആ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ ആ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആ ശക്തി അവൻ്റെ കുടുംബത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നുള്ളൂ. അവൻ്റെ കുടുംബത്തിൽ ഇന്ന് വരെയും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കോട് വഴക്ക്. ഇന്നലെ വരെയും അവന് വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തു ചെയ്താലും അസ്വസ്ഥതകൾ വരുന്നു, ഉറക്കമില്ല. എന്നിട്ട് 4 പാട് നടക്കുവാണ്. എന്താ പ്രശ്നം? എന്തോ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ എന്തോ അസ്വസ്ഥതകൾ കയറി വന്നിരിക്കുന്നു. തിന്മയുടെ ശക്തിയെ ആവാഹിച്ച് ഒരു തകിടെ കൊണ്ട് അവിടെ വച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ഗ്രാഹ്യമുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്. അപ്പം വേറൊരു കാര്യമുണ്ട്. മന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തി വേറൊരാളോട് പറഞ്ഞിരിക്കുകയാണ്, അയാളുടെ പെരത്തറ, വീട് പണിയാൻ തുടങ്ങുവാണ്, അയാളുടെ പെരത്തറ ഉണ്ടാക്കി വച്ചിരിക്കുന്നു, നിങ്ങൾ എപ്പോഴെങ്കിലും സൗകര്യം പോലെ പോയിട്ട് ഒരു ഇത്രയും നീളത്തിലൊരു കുഴി ഉണ്ടാക്കി അയാളുടെ പെരയുടെ തറയിൽ ഇത് കുത്തി ഇറക്കി വച്ചേരെ, അയാൾ അതിൻ്റെ പൊക്കത്ത് വീട് പണിതോളും. അയാളുടെ പച്ചക്കറി കടയിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും സൈഡിൽ വെച്ചിട്ട് പോരെ. നിങ്ങൾ അയാളുടെ വണ്ടി ഒന്ന് ഓടിക്കാൻ മേടിക്കണം. നിങ്ങൾ വലിയ സുഹൃത്തുക്കളല്ലേ? അയാൾ മേടിച്ച് നിങ്ങൾ ആ വാഹനം ഓടിച്ചു പോകുമ്പോൾ എവിടെയെങ്കിലും കുത്തി കയറ്റി ഇത് വച്ചേക്കണം. ഒരാളുടെ വാഹനം, സ്വിഫ്റ്റ് കാറ് വർക്ക്ഷോപ്പിൽ പണിയാൻ ചെല്ലുമ്പോൾ 18 തകിട് അതിനകത്ത്, 18 തകിട്. വർക്ക്ഷോപ്പുകാരൻ ചോദിച്ചു, സാറേ ഇതെന്താ ഇങ്ങനെ ഒത്തിരി ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഈ വാഹനത്തിനകത്തുനിന്ന്? അതിൻ്റെ പല ഭാഗത്തും അവർ ശ്രദ്ധിച്ചില്ല. ആ വാഹനം പലരുടെ കയ്യിൽ ഓടിക്കാൻ കൊടുത്തിരുന്നു. ചേട്ടാ വണ്ടി ഒന്ന് തരാം, ഞാൻ ഒന്ന് എൻ്റെ ഇന്ന വീട്ടിൽ വരെ പോയിട്ട് നാളെ കൊണ്ടുതരാം കേട്ടോ, ഞാൻ അതിന് വേണ്ട എല്ലാം ചെയ്യുന്നുണ്ട്, അത്യാവശ്യം വന്നോണ്ടാ. ഓരോ തരത്തിൽ അസ്വസ്ഥതകൾ വിതയ്ക്കുന്നു. ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചല്ല. ഇതുപോലെ ഒരാൾ വിശ്വസിച്ച്, ഒരു വചനം വിശ്വസിച്ച് അത് മറന്നു പോകാത്ത വിധത്തിൽ അത് ആത്മാവിൽ നിക്ഷേപിക്കുമ്പോൾ ആ വചനത്തിൽ എൻ്റെ ദൈവം വസിക്കും. ആ വചനത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് നിയമാവർത്തനം 28 മുഴുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയാൻ, ചുമ്മാ വചനം കേട്ടു പ്രാർത്ഥിച്ചു വീട്ടിൽ പോകരുത്. നിങ്ങൾ കേൾക്കുന്ന വചനം മറന്നു പോകാത്ത വിധത്തിൽ ഒരു വചനമെങ്കിലും വിശ്വാസത്തിലെടുത്ത് ജീവിച്ചു നോക്ക്. ആ വചനത്തിലിരുന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അനുഭവിക്കാൻ കഴിയും. വിശ്വസിക്കുന്ന ഒരു കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്വരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ബൈബിൾ 10 പ്രാവശ്യം വായിച്ചു തീർത്തു. അതൊരു ക്രെഡിറ്റ് ഓക്കെയാണ്, ഒരു ഭംഗി വാക്കായി ഇതെല്ലാം നല്ലതാണ്.
എത്ര വചനങ്ങൾ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട് ഇന്നു വരെ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വചനം പോലും എടുത്തിട്ടില്ല. ഇന്നു മുതൽ വചനം വിശ്വാസത്തിലെടുക്കുക. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. സത്യം പറഞ്ഞ വചനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആമുഖം പോലെ കരുതിയാൽ മതി. ഒരു അപ്പനും അമ്മയും, അവർക്ക് വലിയ പ്രായമൊന്നുമില്ല, അവരുടെ മകളെ ഒരു നേഴ്സിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. ആ വ്യക്തിക്ക് നേഴ്സാകണമെന്ന് വലിയ സ്വപ്നമുള്ള ഒരാളാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് കയറിപ്പോണം, എൻ്റെ വീടിനെ രക്ഷിക്കണം എന്നൊക്കെ ആയിരുന്നു അവളുടെ സ്വപ്നം. അവൾ എപ്പോഴും വീട്ടിൽ പറയും, ഞാൻ നേഴ്സായിട്ട് ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി അമ്മയും പപ്പയും ഒക്കെ ഞാൻ ഫ്ലൈറ്റിലൊക്കെ കയറ്റി ആ രാജ്യം കാണിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ നേഴ്സിംഗ് പഠിച്ച പഠനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിയുമായി ഇഷ്ടത്തിലായി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതൊക്കെയാണോ വലിയ കാര്യം? പക്ഷെ ആ വ്യക്തി സ്നേഹിച്ചത് വിവാഹം കഴിച്ച് 2 മക്കളുള്ള ഒരു വ്യക്തിയെയാണ്. നേഴ്സിംഗ് പഠിക്കുന്ന ഈ പെങ്കൊച്ച് ഇപ്പോൾ പ്രേമിച്ചിരിക്കുന്നത് വിവാഹം കഴിച്ച് 2 മക്കളുള്ള ഒരു വ്യക്തിയെയാണ്. ഇവർ ഫോണിലൂടെ അയച്ച മെസ്സേജുകൾ പലതും ആ വ്യക്തിയുടെ ഭാര്യ കണ്ടു. ഇന്ന് ആ കുടുംബം ആത്മഹത്യയുടെ വക്കിലായിരുന്നു. അപ്പനും അമ്മയും വരുമ്പോൾ ആ മകളുടെ മുഖത്ത് ഒരു ദുഃഖവും ഞാൻ കണ്ടില്ല, നല്ല സന്തോഷമായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരു വലിയ വിഷയമാണ്, ഒരു ഭയങ്കര പ്രതിസന്ധിയാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ ഒരു കുരുത്തക്കേടാണ് ഞങ്ങളുടെ മകൾ ഒപ്പിച്ചു വച്ചിരിക്കുന്നത്, ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു തരണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? അപ്പോൾ ആ അമ്മ പറഞ്ഞു, അച്ഛൻ ഇവളെ നേഴ്സിംഗ് പഠിക്കാൻ വിട്ടതാണ്, ഇവൾ ഒരാളുമായി ഇഷ്ടത്തിലായി. ആ ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ മരിച്ചാലും ആ വ്യക്തി ഉപേക്ഷിക്കത്തില്ല, ഒരിക്കലും ഞാൻ ആ വ്യക്തിയെ മറക്കില്ല, ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അവൾ ചോദിക്കുന്നു, എന്താണ് തെറ്റ്? എനിക്കൊരാളെ സ്നേഹിക്കാൻ പാടില്ലേ? അയ്യോ, ആ വ്യക്തി കല്യാണം കഴിച്ച് അയാൾക്കൊരു ഭാര്യയും 2 മക്കളുമുള്ളതാണ്, അതൊന്നും അവൾക്ക് പ്രശ്നമില്ല. അപ്പോൾ ആ അമ്മ ചോദിച്ചു, എടി നീ ചിന്തിച്ചു നോക്ക്, ആ വ്യക്തി ഒരു വിവാഹം കഴിച്ച ഒരാളാണ്. അതെനിക്കറിയാം, അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സ്നേഹിച്ചത്. ഏതറിഞ്ഞുകൊണ്ട്? ആ വ്യക്തി വിവാഹം കഴിച്ചതാണെന്നും അവർക്ക് 2 മക്കളുണ്ടെന്നും എല്ലാം അറിഞ്ഞിട്ടാണ് സ്നേഹിച്ചത്. എന്തു പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. അപ്പനും അമ്മയ്ക്കും തീരാ ദുഃഖം. അവൾ ഒരിക്കലും പിന്മാറുന്ന ലക്ഷണം എനിക്ക് തോന്നിയില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. എനിക്കറിയില്ലെങ്കിൽ അറിയില്ലാത്ത തന്നെ പറയണമല്ലോ. നിങ്ങൾ എന്നേക്കാൾ നല്ല അറിവും അനുഭവമുള്ള ഒരാളുടെ അടുത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇവരോട് പറഞ്ഞിട്ട് ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിസ്സഹായനായി നിന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മനസ്സിലൊരു ഓർമ്മ വന്നു. ഒരു വചനം എഴുതിയിട്ട്, ഒരു വചനം അതൊരു കടലാസിൽ എഴുതി ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ 33 പ്രാവശ്യം ഈ വചനം നിങ്ങളുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വചനം ഒരു വാളാണെന്ന് കേട്ടിട്ടില്ലേ? വചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കണമെന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. വചനമാകുന്ന ആത്മാവിന്റെ വാൾ, ദൈവവചനത്തിന് 2 തല വാളിനേക്കാൾ മൂർച്ചയുണ്ടെന്ന് കേട്ടിട്ടില്ലേ? മൂർച്ചയുണ്ട്, വാളുമാണ്. പക്ഷെ ഇതെവിടെയെങ്കിലും എടുത്ത് അലമാരിക്കകത്ത് വെച്ചാൽ ഇതിന് ഗുണമില്ലല്ലോ. കത്തിയാണ്, മൂർച്ചയുണ്ടെന്ന് വിചാരിച്ച് ഞാൻ പേഴ്സിനകത്ത് കയറ്റി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് എടുക്കേണ്ട സമയത്ത് എടുക്കണം, പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിക്കണം. അത് വാളാണെങ്കിൽ അത് ചിലപ്പോൾ അത് വീശേണ്ടി വരും, ചിലപ്പോൾ അതുകൊണ്ട് മുറിക്കേണ്ടി വരും, ചിലപ്പോൾ അതിന് പല കാര്യങ്ങളും അതുകൊണ്ട് ചെയ്യേണ്ടി വരും. അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ട് ഞാനൊരു വചനം എഴുതിയിട്ട്, അത് എഴുതിയത് തന്നെ ഒരു പേപ്പറെ പോലുമല്ല, അവിടെ വിരിച്ചിട്ടിരുന്ന ന്യൂസ് പേപ്പറിൻ്റെ താഴെയുള്ള ഒരു ചെറിയ സ്പേസ് ഉണ്ടല്ലോ, ഒരു വൈറ്റ് കളറിൽ ഒരു സ്പേസ് ഉണ്ട്. എല്ലാ ന്യൂസ് പേപ്പറിൻ്റെയും താഴ്ഭാഗത്തുള്ള ചെറിയ ഭാഗത്ത് എഴുതി കൊടുത്തിട്ട് അത് വലിച്ചു കീറിയിട്ട് ഞാൻ ചേച്ചി എനിക്ക് അറിയത്തില്ല, ഇത്രയൊക്കെ ഉപദേശിക്കാനും പറയാൻ എനിക്ക് അറിയത്തുള്ളൂ. ഈ വചനം എഴുതി കൊടുത്തിട്ട് ചേച്ചി കുറച്ച് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വചനം ഒരു വാള് പോലെ എടുക്ക്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വചനത്തിലൂടെ ദൈവമേ അവളുടെ മനസ്സിൽ ഒരു നല്ല ചിന്ത കൊടുക്കണം, മാറ്റം തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് അവളോട് പറഞ്ഞു. അവർ കേട്ടിട്ടില്ല ഇത്. ആ വചനം കൊടുത്തപ്പോൾ ആ അമ്മയും അപ്പനും അങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ആ
മകളോട് ഒരു കാര്യം പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, പക്ഷേ ഇത്രയും സ്വാധീനിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നോട് പറഞ്ഞു. ആ വ്യക്തി വിവാഹം കഴിച്ച ഒരാളാണ്, ഭാര്യയും മക്കളുള്ള ഒരാളാണ്, അറിഞ്ഞുകൊണ്ടാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഭാര്യയുടെ സ്ഥാനത്തായിരുന്നു നീ എങ്കിലോ നീ എന്നാ ചെയ്തേനേമെന്ന് ചോദിച്ചു. ആ വ്യക്തിയുടെ ഭാര്യ ഇന്ന് നീ ആയിരുന്നെങ്കിലോ, നിന്റെ ഭർത്താവിനെയാണ് വേറൊരു പെൺകുട്ടി സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകും എന്ന് ഞാൻ ചോദിച്ചു. അതിന് ആ വ്യക്തി ഒരു മറുപടിയും തന്നില്ല. ഇവർ പോയി. ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പോലും എനിക്ക് മേടിക്കാൻ പറ്റിയില്ല ആ ദിവസം. അപ്പം എനിക്ക് തോന്നി കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവരെ എന്തായെന്ന് അറിയണമെന്നൊരാഗ്രഹം. പക്ഷേ നമ്പറൊന്നുമില്ല, കോണ്ടാക്റ്റ് ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ അപ്പൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, പക്ഷെ എന്തോ എനിക്ക് ഇന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു. എന്തിനാ വന്നതെന്നറിയാമോ? ആ മകൾക്ക് വേണ്ടി ഒരു വചനം ആ വിശ്വാസത്തിലെടുത്ത് ഒരു വാള് പോലെ എടുത്ത് അത് ആ മകളുടെ ഒരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾ 2-3 ദിവസം ഉറങ്ങിയിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, അവിടെ കിടക്കട്ടെ, പട്ടിണി കിടക്കട്ടെ എന്ന് അവരും വിചാരിച്ചു. പട്ടിണി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവർ നിർബന്ധിക്കാൻ പോയില്ല. പക്ഷെ ആ മകൾ അമ്മയോടും അപ്പനോടും വന്നിട്ട് പറഞ്ഞൊരു മറുപടി ഇതാണ്: ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു, എൻ്റെ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് എന്നോട് തന്നെ ഇപ്പോൾ ഒരു ചമ്മൽ, ഒരു നാണവും തോന്നുന്നു. അപ്പം ഞാൻ 1 മണിക്കൂറല്ല, ഒത്തിരി സമയം ഇരുന്ന് ഉപദേശിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലാതിരുന്ന വ്യക്തി ആ വ്യക്തിയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടും ഒരു ചുക്കും നടന്നില്ല. ആ അപ്പനും അമ്മയും വിചാരിച്ച് ഇപ്പോൾ എല്ലാ പ്രശ്നം പരിഹരിക്കും എന്ന് വിചാരിച്ച് വന്ന പാവം അവർ സങ്കടത്തോടെ ഇറങ്ങിപ്പോയത്. പക്ഷേ ഒരു വചനം വിശ്വാസത്തിലെടുത്ത് ആ മകളെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ മനസ്സിനെ ദൈവം മാറ്റം വരുത്താൻ തുടങ്ങി. ആമേൻ. നമുക്കകത്ത് കയറി ഒരാളിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല, പക്ഷെ വചനത്തിന് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുണ്ട്. അസ്ഥിയിലും മജ്ജയിലും തുളച്ചു കയറും. അത്രയും ശക്തിയുള്ള വചനം. നമ്മൾ പലരും ആ വചനത്തിൻ്റെ ശക്തിയോ വിലയോ അറിഞ്ഞിട്ട് പോലുമില്ല. കയ്യിലൊരു ബൈബിളുണ്ട്, പ്രാർത്ഥനാ മുറിയിൽ ഒരു ബൈബിൾ വച്ചിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ആ വചനത്തിൻ്റെ ശക്തി അറിയാൻ തുടങ്ങിയിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വെളിപ്പെടാൻ തുടങ്ങും. അത് അടയാളപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ അനുഗ്രഹമായത് മാറും.